പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ തിരുവചനം ദാനിയേൽ 1-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള തിരുവചനമാണ്. അവൻ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ട് 10 ദിവസം അവരെ പരീക്ഷിച്ചു. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചു വന്ന സകല ബാലന്മാരുടേതും അഴകുള്ളത് അവർ മാംസപുഷ്ടിയുള്ളവര് എന്ന് കണ്ടു. അങ്ങനെ മെൽസർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടെന്ന് വീഞ്ഞു നീക്കി അവർക്ക് ശാഖപദാർത്ഥം കൊടുത്തു. ഈ 4 ബാലന്മാർക്കും ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ഡാനിയേൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. ആമേൻ. ഇവിടെ നെബൂഖദ്നേസർ രാജാവിന്റെ യെരൂശലേം കൊട്ടാരത്തിലേക്ക് എത്തിപ്പെടുന്ന ഡാനിയേലിനെയും ശദ്രക്ക് മേശക്കിനെയൊക്കെ രാജഭോജനം കൊടുക്കാൻ മെൽസർ എന്ന ഒരു വിചാരകൻ നോക്കിയാണ്. എന്നാൽ ആ മെൽസർ വിചാരകനോട് ഇവർ പറയുകയാണ്, ഞങ്ങളെ ദയവായിട്ട് അശുദ്ധരാക്കാൻ ഇടവരുത്തരുതേ എന്ന് ഡാനിയേൽ പറയാണ്. ഞങ്ങളെ 10 ദിവസം ഈ ഭക്ഷണം തരാതെ ഇരിക്കുകയാണെങ്കിൽ 10 ദിവസം ഞങ്ങളെ ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറയും. 10 ദിവസം കഴിഞ്ഞ ശേഷം ഇവരെ നോക്കുമ്പോൾ മെൽസർ നോക്കുമ്പോൾ രാജഭോജനം കഴിച്ച ബാലന്മാരെക്കാളും അത്രയും തേജസ്സോടെയാണ് അവർ നിൽക്കുന്നത്. അപ്പം ആ രാജഭോജനം അവർക്ക് മാറ്റി അവർ കഴിക്കുന്ന പച്ചവെള്ളം അതേപോലുള്ള ശാഖപദാർത്ഥം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് മാത്രമല്ല, ദൈവം അവരെ എല്ലാ ജ്ഞാനത്തിലും വിവേകത്തിലും ഉന്നതന്മാരാക്കിക്കൊണ്ടേയിരുന്നു. മാത്രമല്ല, മറ്റുള്ളവരെക്കാളും ഡാനിയേലിന് സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കൃപയും കൂടി ദൈവം ഒരുക്കി തന്നു. നാമും ദൈവത്തോട് കൂടെ അങ്ങനെ തന്നെ ആവണം. കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മൾ അശുദ്ധരാകാതെ ശുദ്ധന്മാരായി തന്നെ ഇരിക്കണം. നാം ഒരിക്കലും അശുദ്ധരാകില്ല. എന്ത് സംഭവിച്ചാലും ദൈവത്തെ നാം മുറുകെ പിടിക്കുക. അപ്പോഴാണ് ഡാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് രക്ഷിച്ച ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി വരുന്നത്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.